വിശ്വസിക്കാൻ പറ്റില്ല. ഒരു അച്ഛൻ ഇത് ഒരുപാട് ആഗ്രഹിച്ചൊരു സന്ദർഭമാണ്. അച്ഛൻ മാത്രമല്ല ഞങ്ങൾ. അതുകൊണ്ട് നമുക്കും കൂടെ വിശ്വസിക്കാൻ പറ്റില്ല ഇത് നടന്നു. ഞാൻ കഴിഞ്ഞ വർഷം വരെ മറ്റുള്ളവരാകുമ്പോൾ നമ്മൾ കൊതിച്ചിട്ടുള്ള വേണ്ടിയിട്ട് ഇന്നലെ രാത്രി പോലും കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ നാളെ ഈ രാത്രി ആകുമ്പം ഞങ്ങൾക്ക് സന്തോഷത്തോടെ ഇത് ഓർത്ത് കിടക്കാൻ പറ്റണമെന്ന് ആഗ്രഹിച്ചു. അത് ദൈവം സഹായിച്ചു തന്നു. ഒരുപാട് നന്ദിയുണ്ട് അയ്യപ്പനോടും ദേവിയോടും മാത്രമല്ല, ഇതിനെന്നിട്ട് അച്ഛനെ സഹായിച്ച അല്ലെങ്കിൽ അച്ഛനെ ഇതിൽ മോട്ടിവേറ്റ് ചെയ്ത് ഒരുപാട് അച്ഛന് നല്ല ഫ്രണ്ട്സും ഉണ്ട്. അവരോട് ഒരുപാട് നന്ദി പറയേണ്ടതുണ്ട് അവസരത്തിൽ. നന്ദി. 6 തവണ അപ്ലൈ ചെയ്ത് ഓരോ തവണ അച്ഛൻ പ്രതീക്ഷിച്ചിരുന്നു, പ്രതീക്ഷകൾ വിഷമിച്ച വെച്ചിട്ട് പിന്നീട് അത് കിട്ടുമ്പോൾ അതിന്റെ സന്തോഷം കുറച്ചുകൂടെ കൂടുതലായിരിക്കും. നമ്മൾ ഇതുവരെ ഇങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഇത് നടന്നു അല്ലെങ്കിൽ സത്യമാണെന്ന് ഇതുവരെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അനിയനും ക്ഷേത്ര കാര്യങ്ങളിൽ തന്നെ അച്ഛന്റെ കൂടെ ഉണ്ടല്ലോ. അതെ, ടിവിയില് അച്ഛനെയും അവനെയും കൂടെ കണ്ടപ്പം കൊച്ചു പ്രായത്തിൽ തന്നെ അവനെയും കൂടെ കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. നേരെ ഇങ്ങോട്ട് നേരെ എന്തോ അറിഞ്ഞ സമയത്ത് എന്തോ ചെയ്യണം എന്ന് പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ വയ്യ. കൈയും ദേഹമൊക്കെ ഒരുമാതിരി വിറയ്ക്കുന്ന പോലെ ആയിരുന്നു. ഞാൻ +2 പഠിക്കുക, സയൻസ്. പത്മപ്രിയ എന്നാണ് പേര്. +2 സയൻസ്. അനിയത്തി പത്മപ്രിയ 7th സ്റ്റാൻഡേർഡിലാണ്. അതെ, ഈ ഒരു ചെറിയ അമ്പലത്തിൽ നിന്ന് വലിയൊരു ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരു സ്വപ്ന തുല്യമായ രീതിയിൽ നടക്കാൻ പോവാണ് അച്ഛൻ്റെ കാര്യത്തിൽ. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു വർഷം കാണാതിരിക്കണമെന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ആദ്യത്തെ ലിസ്റ്റിൽ 3ാമതും 2ാമത്തെ മാളികപ്പുറത്ത് 7ാം ലിസ്റ്റിലും ആയിരുന്നു. ശബരിമല നറുക്കെടുപ്പില് മനു നമ്പൂതിരി ഇല്ല, ബ്ലാങ്ക് പേപ്പർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആ ഒരു എനർജി ഫുള്ള് പോയി, കിട്ടിയില്ല എന്ന് മനസ്സിലായി. മറ്റേത് ഉറപ്പിച്ചു നമ്മൾ കിട്ടുന്നില്ലെന്ന്. പക്ഷേ മേശാന്തി മനു നമ്പൂതിരി എന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യണം എന്ന് അറിയാൻ വയ്യാത്തൊരു അവസ്ഥയിലോട്ടായി പോയി. സന്തോഷം. അച്ഛനോടൊപ്പം കുഞ്ഞുനാളിൽ ശബരിമലയിൽ പോയിട്ടുണ്ട്. ഉറപ്പായിട്ടും പോയിട്ടുണ്ട്. 2 തവണ കൊച്ചിലെ അച്ഛനോടെ തന്നെ പോയിട്ടുള്ളത്. സന്തോഷമുണ്ട്. കിട്ടിയെന്ന് ആദ്യം ശബരിമല പോയെന്ന് പറഞ്ഞപ്പോഴേ നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ മാളികപ്പുറത്ത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായത്. ചേച്ചി പറഞ്ഞ തന്നെ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അച്ഛൻ്റെ മക്കളുടെ ഈ നല്ല വാക്കുകൾ കേൾക്കുമ്പം വൈകാരികമായി ഓക്കെ